ഹേ ഗൈസ്, നമുക്കൊന്നുകൂടെ ഒന്ന് ഫാമിലെ പോയാലോ? അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒട്ടകത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഫാമിലേക്ക് ആകെ മാറിപ്പോയി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മീനിനെ ഫീഡ് ചെയ്യലായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് എമ്മൂന് ക്യാരറ്റ് കൊടുത്തു. ഇയാളിവിടെ പുതിയ ആളായിരുന്നു. സ്ഥലം മാറിയത് കൊണ്ടാന്ന് തോന്നുന്നു. നല്ല ഉറക്കായിരുന്നു. പിന്നെ ദേ ഒരു അടിപൊളി സാധനം, ദേ 3 കാങ്കറി കുട്ടികള്, പിന്നെ ഒരു ആമി ഉണ്ടായിരുന്നു ഫ്രം ഓസ്ട്രേലിയ. ഇപ്രാവശ്യം ഫാമിലി വന്നത് ദൊദുവിന് വേണ്ടിയിട്ടായിരുന്നു. അവൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. അവനാണെങ്കിൽ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്രാവശ്യം ഞാൻ പ്രത്യേകിച്ച് ഒന്നിനെയും കയ്യിലേക്ക് എടുക്കാൻ പോയില്ല. ഇവനൊന്നൊരു പേടിയില്ലടേ. കണ്ട, പാമ്പിനൊക്കെ സിമ്പിളായിട്ട് അവൻ എടുത്തു. എന്ത് രസമായിട്ട് എടുത്തു വെച്ചേക്കണേ നോക്ക്. ഒരു പേടിയില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ദ ബെസ്റ്റ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു കൂട്ടിലേക്ക് കയറിയതായിരുന്നു. എനിക്ക് തോന്നുന്നു കിളികൾ കുറച്ച് പട്ടിണിയായിരുന്നു. അത് കാരണം ഞങ്ങൾ കയറിയപ്പോഴേക്കും ഞങ്ങളുടെ തലയിലും കയ്യിലും മേലും ഒക്കെ വന്നിരുന്നു. എന്നാലും ജനിക്കെടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ? തത്തേനായിട്ടുള്ള മത്സരം കഴിഞ്ഞ് അവൻ പിന്നെ നേരെ പോയത് ഈ ഒരു താറാക്കൂട്ടങ്ങൾ പിടിക്കാനായിരുന്നു. ഇപ്രാവശ്യം ഒന്നിനെയും കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. എല്ലാതും പുറത്തിങ്ങനെ നടക്കാം. പിന്നെ ഇവിടെ പുതിയതായിട്ട് ഈ ഒരു പാർക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റൈഡ്സ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയത്. വലിയവർക്ക് പറ്റിയത് അങ്ങനൊന്നുമില്ല. കുട്ടികൾക്ക് നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ കാണാനുള്ളതുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പിന്നെ അവിടെ എത്തിയപ്പോൾ 1, 2, 3 മണിക്കൂറും ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരാൾ കോഴിക്ക് താരാട്ട് പാടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലെ വിശേഷങ്ങൾ. നിങ്ങൾ ഫാമിലിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ബൈ.